നമസ്കാരം. ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ദുരിതങ്ങളും തടസ്സങ്ങളും ഒഴിഞ്ഞ നേരമില്ലേ? സന്താനഭാഗ്യമില്ലാതെ വിഷമിക്കുന്നുണ്ടോ? മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കയുണ്ടോ? കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരമായി സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന അതിവിശിഷ്ടമായ ഒരു വ്രതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കുന്ന സ്കന്ദഷഷ്ഠി വ്രതം. എന്താണ് ഈ വ്രതം? ഇത് അനുഷ്ഠിച്ചാലുള്ള ഫലങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് ഇത് ശരിയായി അനുഷ്ഠിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടെത്താം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് സ്കന്ദഷഷ്ഠി? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേവന്മാരുടെ സേനാധിപനാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ. മുരുകൻ, കാർത്തികേയൻ, വേലായുധൻ തുടങ്ങി എണ്ണമറ്റ പേരുകളിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു. ശൂരപത്മൻ എന്ന അസുരന്റെ ക്രൂരതകളിൽ നിന്ന് 3 ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാന്റെ അവതാരം. ആ ശൂരപത്മനെതിരെയുള്ള ഭഗവാന്റെ യുദ്ധം ആരംഭിച്ചത് ഒരു പ്രഥമ തിഥി മുതലായിരുന്നു. നീണ്ട 6 ദിവസത്തെ കഠിനമായ യുദ്ധത്തിനൊടുവിൽ ഷഷ്ഠി തിഥിയിൽ ഭഗവാൻ ശൂരപത്മനെ നിഗ്രഹിച്ച് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിച്ചു. ഈ വിജയത്തിന്റെ സ്മരണയ്ക്കായും ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിനുമായാണ് നമ്മൾ സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത്. അസുരനെ നിഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും ദുരിതങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കും എന്നതാണ് ഈ വ്രതത്തിന്റെ അടിസ്ഥാന വിശ്വാസം. ഇനി ഈ വ്രതാനുഷ്ഠാനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എണ്ണമറ്റതാണ്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഞാൻ പറയാം. സന്താനലബ്ധി. സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഉത്തമ സന്താനത്തെ നൽകുന്ന അതിവിശിഷ്ടമായ വ്രതമാണിത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഈ വ്രതം സഹായിക്കും. മക്കളുടെ ശ്രേയസ്. നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും ജോലിയിലെ ഉയർച്ചയ്ക്കും സ്വഭാവ രൂപീകരണത്തിനും ഈ വ്രതം വളരെ ഉത്തമമാണ്. മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ മാതാപിതാക്കൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. രോഗശാന്തി. മാറാരോഗങ്ങൾ പോലും ഭേദമാക്കാൻ കഴിവുള്ള വ്രതമാണിത്. പ്രത്യേകിച്ച് ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകാൻ ഈ വ്രതം സഹായിക്കും. വിജയവും അഭിവൃദ്ധിയും. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും വിജയം കൈവരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. ജോലിയിലെ തടസ്സങ്ങൾ മാറും, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ശത്രുദോഷങ്ങളും ഇല്ലാതാകും. അടുത്തത് കടബാധ്യതയിൽ നിന്നുള്ള മോചനമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് കരകയറാനും കടങ്ങൾ വീട്ടാനും ഐശ്വര്യം വർദ്ധിക്കാനും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ചുരുക്കത്തിൽ നമ്മുടെ മനസ്സിലെ ഏത് ന്യായമായ ആഗ്രഹവും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഈ വ്രതം അനുഷ്ഠിച്ചാൽ അതിന് ഫലം സുനിശ്ചിതമാണ്. ഇനി വ്രതം അനുഷ്ഠിക്കേണ്ട രീതിയെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് സ്കന്ദഷഷ്ഠി വ്രതം ശരിയായി അനുഷ്ഠിക്കേണ്ടത്? ഈ വ്രതം തുലാമാസത്തിലെ കറുത്ത പക്ഷ പ്രഥമ മുതൽ തുടങ്ങി 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഈ വർഷം, അതായത് 2025 ഒക്ടോബർ മാസം 22-ാം തീയതി വ്യാഴാഴ്ചയാണ് വ്രതം ആരംഭിക്കുന്നത്. ഷഷ്ഠി തിഥി വരുന്ന ഒക്ടോബർ 27-ാം തീയതി ചൊവ്വാഴ്ച വ്രതം സമാപിക്കുന്നു. വ്രതത്തിന്റെ ചിട്ടകൾ. വ്രതം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഒക്ടോബർ 21-ന് നമ്മൾ ശാരീരികമായും മാനസികമായും വ്രതമെടുക്കുന്നതിനായി തയ്യാറെടുക്കണം. അതിനായി വീടും പരിസരവും വൃത്തിയാക്കി മത്സ്യമാംസാദികൾ ഒഴിവാക്കി ബ്രഹ്മചര്യം പാലിച്ച് വേണം വ്രതത്തിലേക്ക് പ്രവേശിക്കാൻ. വ്രതത്തിൻ്റെ 6 ദിവസങ്ങളിലും അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിന് സാധിക്കാത്തവർക്ക് വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലിരുന്നും പ്രാർത്ഥിക്കാവുന്നതാണ്.
ഈ 6 ദിവസവും പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച്, അതും ഉച്ചസമയത്ത്, മറ്റ് സമയങ്ങളിൽ പഴങ്ങളോ പാലോ ഇളനീരോ കഴിക്കാവുന്നതാണ്. ചിലർ ഷഷ്ഠി ദിവസം മാത്രം ഉപവസിക്കാറുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് സാധിക്കുന്നത് പോലെ ചെയ്യുക. ഭക്തിയാണ് പ്രധാനം. വ്രത ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ പ്രധാനമാണ്. ഓം ശരവണ ഭവ എന്ന ഷഠാക്ഷരി മന്ത്രം കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം സുബ്രഹ്മണ്യ ഭുജംഗം, സ്കന്ദ ഗുരു കവചം, വേൽമുരുക വേൽ തുടങ്ങിയ സ്തോത്രങ്ങൾ ചൊല്ലുന്നതും അതിവിശിഷ്ടമാണ്. ഷഷ്ഠി ദിവസം, അതായത് ഒക്ടോബർ 27 ചൊവ്വാഴ്ച രാവിലെ മുതൽ പൂർണ്ണ ഉപവാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ്. വൈകുന്നേരം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം കഴിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയ ലഘുവായ ഭക്ഷണം കഴിച്ചോ വ്രതം അവസാനിപ്പിക്കാം. ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ വ്രതത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 6 ദിവസവും മനഃശുദ്ധിയും ശരീരശുദ്ധിയും പാലിക്കുക. ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുക. സദാസമയവും ഭഗവാനെ സ്മരിക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക. ശാന്തമായിരിക്കുകയും മറ്റുള്ളവരോട് ദയയോടെ പെരുമാറുകയും ചെയ്യുക. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ? മത്സ്യം, മാംസം, മുട്ട എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ലഹരി വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല. പകൽ ഉറങ്ങുന്നതും ഒഴിവാക്കേണ്ടതാണ്. പരദൂഷണം, വഴക്ക്, അനാവശ്യ സംസാരങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ബാർബർ ഷോപ്പിൽ പോകുന്നത്, നഖം മുറിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഈ 6 ദിവസവും ഒഴിവാക്കുന്നതാണ് ഉത്തമം. സ്കന്ദഷഷ്ഠി എന്നത് കേവലം ഒരു വ്രതമല്ല, അത് പൂർണ്ണമായ ഒരു സമർപ്പണം കൂടിയാണ്. നമ്മുടെ അഹങ്കാരത്തെയും ദുഷ്ടചിന്തകളെയും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് പുതിയൊരു മനുഷ്യനായി മാറാനുള്ള ഒരവസരമാണ്. ഈ വരുന്ന സ്കന്ദഷഷ്ഠി വ്രതം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകട്ടെ. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ ഇല്ലാതാക്കി സർവ്വ ഐശ്വര്യങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്കന്ദഷഷ്ഠി ആശംസകൾ.